இளைய நிலா பொழிகிறதே, இதயம் வரை நனைகிறதே, உலா பூகும் மேகம் கன കാണുമേ വീഴ കാണുമേ വാനമേ. ദൈവം മനുഷ്യനായിട്ട് പിറവിയെടുത്ത ഒരു ജന്മമാണ് SPB സാറിൻ്റെ. അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ വൈബ്രേഷൻ നമുക്ക് മനസ്സിലാവും. മണ്ണിൽ இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ, എണ്ണം കന്നി പാവയിன்றി ഏഴു സ്വരന്താൻ പാടുമോ. SPB സാറിൻ്റെ പാട്ടുകൾ പാടാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് എൻ്റെ ജീവിതത്തിലെ അതിങ്ങനെ തന്നെ എന്നെ അറിയപ്പെടുന്നതും. 14 ലോകങ്ങൾ കാണാൻ ഇവിടന്ന് പോണവരെ, അവിടെ മനുഷ്യരുണ്ടോ. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞു നമുക്കിനി അടുത്ത ഒരു പ്രോഗ്രാം ട്രിവാൻഡ്രത്ത് വെച്ച് നടത്തണമെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. നമസ്കാരം, ഞാൻ മണക്കാട് ഗോപൻ, ഗായകനാണ്. കഴിഞ്ഞ ഏകദേശം 35-37 വർഷമായി സംഗീത രംഗത്ത് നിൽക്കുന്ന ഒരു എളിയ കലാകാരനാണ്. ഞാനൊരു പ്രൊഫഷണൽ സിംഗർ ആവുന്നത് 1988 ആ വർഷം ദേവരാം മാസ്റ്ററുടെ അടുത്ത് പോയതോടുകൂടിയാണ്. മാസ്റ്ററുടെ ട്രൂപ്പായ രാജശ്രീ ഓർക്കസ്ട്ര, അതിൽ പോകാൻ കാരണം മാസ്റ്ററുടെ കൂടെ അന്ന് തബല വായിച്ചുകൊണ്ടിരുന്ന ഹൈലവൻസ് ഓർക്കസ്ട്രയിലെ ശ്രീ പ്രകാശ് ചേട്ടനാണ്. അപ്പം അന്ന് ഞാനൊരു പ്രൊഫഷണൽ സിംഗർ ആവുന്ന മുമ്പേ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് മണക്കാട് അക്ഷത മ്യൂസിക് എന്നുള്ള ഒരു കൂട്ടായ്മ, സംഗീത കൂട്ടായ്മ ഉണ്ടായിരുന്നു. തുടക്കകാലത്ത് മലയാളം പാട്ടുകൾ തന്നെയാണ് പാടി തുടങ്ങിയത്. ദാസാറിൻ്റെ പാട്ടുകളും തമിഴിലെ SPB സാറിൻ്റെ പാട്ടുകളാണ് കൂടുതൽ അന്ന് സിനിമകളിലുണ്ടായിരുന്നത്. ശങ്കരാ നാദശരീരാ പരാ വേദവിഹാരാ ജീവേശ്വര. അപ്പം അങ്ങനെയാണ് പ്രകാശ് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ ദേവരാം മാസ്റ്ററെ പോയി കാണാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ദേവരാം മാസ്റ്ററെ പോയി കണ്ടു. ആ പാട്ടൊക്കെ പാടിപ്പിച്ച് നോക്കിയിട്ട് പറഞ്ഞു പ്രോഗ്രാം വരുമ്പോൾ ഞാൻ പറയാം എന്നുള്ള രീതിയിൽ കുറേ നേരം സംസാരിച്ചു. അപ്പം അന്ന് എൻ്റെ അച്ഛൻ സുഖമല്ല ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയമായിരുന്നു. അപ്പം അങ്ങനെ അച്ഛനെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനൊരു റെസ്ലറും കേരള ഗാമ മണക്കാട് നാരായണപിള്ള എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അച്ഛൻ്റെ വലിയൊരു ആരാധകനും കൂടെയായിരുന്നു മാസ്റ്റർ. അപ്പോൾ ആ ഒരു സ്നേഹം മാസ്റ്റർക്ക് പെട്ടെന്ന് എന്നോട് കുറച്ചും കൂടെ ഒരു സ്നേഹം കാണിക്കുകയും ഇങ്ങനെ അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാസ്റ്റർ വീട്ടിലോട്ട് ചെന്നു. അന്ന് ഇതിഹാസങ്ങൾ എന്ന ജനിക്ക് മുമ്പേ എന്ന ഗാനമൊക്കെ പാടി ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയിട്ടുള്ള ശ്രീകാന്തേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീകാന്തേട്ടൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അങ്ങനെ എന്നെ ശ്രീകാന്തേട്ടനെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു നീ എന്നെ വിളിച്ചുകൊണ്ട് പ്രോഗ്രാമിന് നന്നായിട്ട് പാടും എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ആ ഒരു പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് മാസ്റ്ററുടെ കുറേ പ്രോഗ്രാമിന് അന്ന് ആ സമയത്ത് പാടാനായിട്ട് പറ്റി. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഗാനമേള എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ വേദികളിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗായകനായിരുന്നു KG മാർക്കോസ്. ഇത് ലൈവ് പ്രോഗ്രാം എങ്ങനെ നടത്തണം, അത് ലൈവ് പ്രോഗ്രാമിൻ്റെ ഒരു ഭംഗി എങ്ങനെയാണെന്ന് ആസ്വദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത് പ്രത്യേകിച്ച് മാർക്കോസ് സാറിൻ്റെ ആ പ്രോഗ്രാം എല്ലാം നല്ല നല്ല വേദികൾ കണ്ടിട്ടുള്ളത് ആ പ്രോഗ്രാമിൽ കൂടെയാണ്. ഇളയ നിലാ പൊഴിகிறதே, இதயம் வரை நனைகிறதே, உலா பூகும் மேகம் கன കാണുമേ വീഴ കാണുമേ വാനമേ, ഇളയ നിലാ പൊഴിகிறதേ. ഞാൻ SPB സാറിനെ ആദ്യമായിട്ട് കാണുന്നത് 2000 ആണ് തോന്നുന്നു.
ഒരു ഓണ പ്രോഗ്രാം ഇവിടെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിനെ പ്രോഗ്രാം സ്ഥലത്ത് രീതിയിൽ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ അന്ന് ഞാൻ ഈ ഈ കാസറ്റിൽ അദ്ദേഹത്തിൻ്റെ എനിക്കിഷ്ടമുള്ള കുറേ പാട്ടുകൾ സംഗീതമേഘം എന്നുള്ള ഒരു പേരിൽ അങ്ങനെ പാടി ഇറക്കി. അത് അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് ഇറക്കിയതാണ്. പക്ഷേ അത് മാരുതി കാസറ്റ്സ് അത് ഓൾ കേരള അത് റിലീസ് ചെയ്ത്, അപ്പോൾ അങ്ങനെ എനിക്കത് നല്ലൊരു മൈലേജ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അത് ശരിക്കും SPB സാറിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പല വോളിയൂംസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ സാറിന് ഞാൻ നേരിട്ട് കണ്ട് കൊടുത്തു. സാർ അന്ന് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രോഗ്രാം സംഗീത സാഗരം, അത് SPB സാറിനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡായിരുന്നു. അപ്പോൾ അത് അന്ന് ഇവിടുത്തെ ഒരുപാട് സിംഗേഴ്സാണ് അത് പാടിയത്. അപ്പോൾ അതിൽ എനിക്കും 3-4 പാട്ടുകൾ പാടാൻ പറ്റിയായിരുന്നു. അതിലൊന്ന് ഇളമയിലും പൂങ്കാറ്റ് പാടിയത് ഓർ പാട്ട് ഒരു പൊഴുതിലോരാസை സുഖം സുഖം അതിലേ ഒരേ സുഖം. പിന്നെ ഹിന്ദി പാട്ട് ദിൽ ദീവാന ബിൻ സച്ചന കെ माने ना ये पगला है समझाने से समझे ना ये पगला है समझाने से समझे ना. പിന്നെ ഒരേ നാളുനൈ നാം നിലാവിൽ பார்த்தது உலாவும் நீளமைதான் ஊஞ்சலாடுது ஒரே நாளுனை நான் நிலாவில் பார்த்தது உலாவும் உன்னிளமைதான் ഊഞ്ചലാടുത്. അങ്ങനെ കുറേ പാട്ടുകൾ അന്ന് പാടി. പിന്നെ നിലവീവാ செல்லாதேவா എന്നാളും பொன்வானம் நான் என்னை நீதான் பிரிந்தாலும் நினைவாலே அணைப்பே நிலாவேவா செல்லாதேவா. கீழடி கண்மணி பாடகன் சங்கதி நீதை கேட்பதா நெஞ்சிலோ நிம்மதி. நாள் முழுதும் பார்வையில் நான் எழுதும் ஓர் கதையை உனக்கென நான் கூற கேளடி கண்மணி பாடகன் சங்கதி நீதை கேட்பதா நெஞ்சிலோ நிம்மதி. அஞ்சலி அஞ்சலி புஷ்பாஞ்சலி அஞ்சலி அஞ்சலி புஷ்பாஞ்சலி பூவே உன் பாதத்தில் புஷ்பாஞ்சலி பொன்னே உன் பெயருக்கு பொன்னாஞ்சலி கண்ணே உன் குரலுக்கு கீதாஞ்சலி கண் காண அழகுக்கு கீதாஞ்சலி. காதல் வந்து தீண்டும் வரை இருவரும் தனித்தனி காதலில் பொன் சங்கிலி இணைத்தது கண்மணி. கடலிலே மழை வீழ்ந்த பின் எந்த துளி மழை துளி காதலில் அது போல நான் கலந்திட்டேன் காதலி. திருமகள் திருப்பாதம் பிடித்து விட்டே தினம் ஒரு புது பாடல் வடித்து விட்டே. അഞ്ജലി അഞ്ജലി എന്നുയിർ കാതലി. ഇപ്പം ഇങ്ങനത്തെ ഈ പാട്ടുകളൊക്കെ ശരിക്കും റഹ്മാൻ സാറിൻ്റെ ഒരു ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഈ അഞ്ജലി എന്നുള്ള പാട്ട്.
രാജാ സാറിൻ്റെ പാട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം എസ് പി ബി സാറ് രാജാ സാറിൻ്റെ കൂട്ടുകളിൽ പറഞ്ഞ എല്ലാ ഒന്നിനൊന്ന് ഒരു പാട്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള പാട്ടുകളാണ്. മണ്ണിൽ இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ, எண்ணம் கன்னி பாவையின்றி 7 சுரந்தான் பாடுமோ, பெண்மையின்றி மண்ணில் இன்பமேதடா, கண்ணை மூடி கனவில் வாழுமானிடா, மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ, எண்ணம் கன்னி பாவையின்றி 7 സ്വരந்தான் പാടുമോ. അങ്ങനെ നിരവധി ഫാസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിലും അത് ആ ഒരു നമ്മൾ സ്റ്റേജിലൊക്കെ ഒരുപാട് ഇപ്പോഴും നമ്മൾ പാടുന്ന ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അപ്പം അങ്ങനെ എസ് പി സാറിൻ്റെ പാട്ടുകൾ പാടാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ അതിങ്ങനെ തന്നെ എന്നെ അറിയപ്പെടുന്നതും പിന്നെ എല്ലാത്തരം ഗാനങ്ങൾ പാടാനായിട്ടുള്ള ഒരു അവസരങ്ങളുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് വേദികളിൽ. അപ്പോൾ അത് ശരിക്കും ഒരു ഈശ്വരാധീനം തന്നെയാണ്. കുറേ ഈ ടെലിവിഷൻ ടൈറ്റിൽ സോങ്സ് പാടിയിട്ടുണ്ട്. അതിലെ ദേവരാഗം എന്നൊരു സീരിയൽ അതിൻ്റെ ടൈറ്റിൽ സോങ് ഒരുപാട് ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. ശിവഗംഗയിൽ നിന്നിട്ടിട്ടു വീഴുന്ന തീർത്ഥജല സ്പർശമേൽക്കേ, ഹൃദയത്തിൻ തന്ത്രിയിൽ അറിയാതെ പാടി, ഹൃദയത്തിൻ തന്ത്രിയിൽ അറിയാതെ പാടി, ഉണർവിൻ്റെ രാഗം ദേവരാഗം, ശിവഗംഗയിൽ നിന്നിട്ടിട്ടു വീഴുന്ന തീർത്ഥജല സ്പർശമേൽക്കേ. ഇതിനന്ന് ഒരു ഏഷ്യൻ ടെലിവിഷൻ അവാർഡിൽ റണ്ണറപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വയലാർ സാംസ്കാരിക വേദിയുടെ ബെസ്റ്റ് സിംഗർ അവാർഡും എനിക്ക് ഈ പാട്ടിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു പാട്ട് ഒരു വേദിയിൽ പാടുന്നത് വെച്ചാൽ എൻ്റെ 10th പഠിക്കുന്ന സമയത്ത് അന്ന് അവിടെ ഒരു മ്യൂസിക് ടീച്ചർ വരികയും ഭുവനേന്ദ്രൻ സാർ അന്ന് മ്യൂസിക് കോളേജിൽ നിന്ന് ഗാനപ്രവീണയെ കഴിഞ്ഞ് ആദ്യമായിട്ട് ഞാൻ പഠിച്ചത് വിദ്യാരാജ സ്കൂളാണ്, ശ്രീ വിദ്യാരാജ വിദ്യാമന്ദിർ വെള്ളയമ്പലം ട്രിവാൻഡ്രത്ത്. അപ്പം സാർ അവിടെ ഒരു എക്സ്ട്രാ പീരീഡിൽ വന്ന സമയത്ത് ക്ലാസ്സിൽ വന്ന് ചോദിച്ചു, നിങ്ങളെ കൂടെ ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞ് ഗോകുമാർ പാടുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് വന്നൊരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടി. നമുക്ക് കോമ്പറ്റീഷനിൽ പോകണം, കോമ്പറ്റീഷന് നമുക്ക് തീർച്ചയായിട്ടും പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് കുറേ കലോത്സവത്തിനൊക്കെ പേരൊക്കെ കൊടുത്ത് അങ്ങനെ അതിനൊക്കെ പോയി പാടുകയും. അപ്പോൾ അങ്ങനെ ഈ മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ, ആ ഗാനമാണ് ആദ്യമായിട്ട് ഞാനൊരു കോമ്പറ്റീഷന് പാടുന്നത്. അപ്പോൾ അത് പാടിയ സ്ഥലത്തെല്ലാം തന്നെ എനിക്ക് സമ്മാനം കിട്ടുകയും ലൈറ്റ് മ്യൂസിക്കിന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സംഗീത രംഗത്തേക്ക് വരാനായിട്ടുള്ള ഒരു എന്താണ് താല്പര്യം എനിക്ക് കൂടിയത്. ഞാൻ ഒരുപാട് ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ടെങ്കിലും ആറ്റുകാലമ്മയുടെ ഐശ്വര്യപൂജ അതിലെ ഗാനങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ ജനപ്രിയനാക്കിയത്. അതിലെ മഞ്ജു ഇളയാണി അദ്ദേഹത്തിൻ്റെ വരികളാണ് അതിന് പ്രധാന കാരണം. കൈതപ്പൂകൾ കനകമൊരുക്കും കിള്ളിപ്പുഴയോരം, ആറ്റുകൾ ദേവി വാണരുളിയിടും അമ്പലമൊന്നുണ്ടേ. ഇത് കുറേ വരികളുണ്ട്. അതെല്ലാം വളരെ എന്താണ് അർത്ഥവത്തായിട്ടുള്ള വരികളാണ്, ഭക്തിരസം തുളുമ്പുന്ന ആ വരികൾ. അത് ശരിക്കും ഇപ്പോഴും 25 വർഷമായി ഇപ്പോഴും ഈ ആറ്റുകാൽ പൊങ്കാല ദിവസം എവിടെയും ഈ ഗാനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എസ് പി സാറ് മലയാളത്തിൽ ആദ്യമായിട്ട് പാടിയ ദേവരാമാർഷ സംഗീതത്തിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കടൽപ്പാലത്തിലെ ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന്
14 ലോകങ്ങൾ കാണാൻ ഇവിടന്നു പോണവരെ, അവിടെ മനുഷ്യരുണ്ടോ, അവിടെ മതങ്ങളുണ്ടോ, ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന്. അങ്ങനെ ആ പാട്ടാണ് എസ് പി സാർ മലയാളത്തിൽ ആദ്യം പാടിയത്. പിന്നെ എനിക്കിഷ്ടമുള്ള കുറച്ച് മലയാളം പാട്ടുകളും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടുകയാണ്. ജോൺസൺ മാസ്റ്ററുടെ ഒരു എവർഗ്രീൻ ഹിറ്റായിട്ടുള്ളൊരു പാട്ടുണ്ട്, പത്മരാജൻ സാറിൻ്റെ സംവിധാനത്തിൽ ദാസർ ആലപിച്ച ഒരു പാട്ടാണ്. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയിഴും നിറമുന്തിരി നിൻ മുഖസൗരഭമോ പടരുന്നു. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പഴയ പാട്ടുകൾ ദേവരാം മാസ്റ്ററുടെ സംഗീതത്തിലെ ദാസർ ആലപിച്ച ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു. സ്വർഗായികേ ഇതിലേ ഇതിലേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഒരു ദൈവാനുഗ്രഹവും ഭാഗ്യവും എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ SPB സാറിനെ കാണാൻ പറ്റിയെന്നാണ്. എനിക്ക് തോന്നുന്നു സാറ് നമ്മളെ വിട്ടു പോയതാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയൊരു നഷ്ടം. സാറുമായിട്ട് ഒരുപാട് അടുത്തിടപഴകാനായിട്ടുള്ള സന്ദർഭം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ സാറിൻ്റെ പേരിലൊരു ഫാൻസ് അസോസിയേഷൻ ചാരിറ്റബിൾ ഓർഗനൈസേഷനുണ്ട്, SPB ഫൗണ്ടേഷൻ ആൻഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, ചെന്നൈയിലാണ്. അപ്പോൾ സാറ് അതിൻ്റെ രക്ഷാധികാരിയാണ്. അപ്പോൾ എല്ലാ വർഷവും ഈ എല്ലാവരും ഒത്തുകൂടും. പിന്നെ ലാസ്റ്റ് അദ്ദേഹം നമ്മളെ വിട്ടു പോകുന്ന ആ വർഷത്തിന് മുമ്പേ, എനിക്ക് 2019 ഹൈദരാബാദിൽ വെച്ചായിരുന്നു. അന്ന് അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. അപ്പം ഞാൻ ആ പ്രോഗ്രാമിന് അന്ന് പോയിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ച് ഒരുപാട് സംസാരിക്കുകയും അവിടെ നിന്ന് ട്രിവാൻഡ്രത്തുനിന്ന് വന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷവാനായിരുന്നു. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞു നമുക്കിനി അടുത്ത ഒരു പ്രോഗ്രാം ട്രിവാൻഡ്രത്ത് വെച്ച് നടത്തണമെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷേ സാറുമായിട്ട് അടുത്ത് ഇടപഴകാനും സാറിൻ്റെ പാട്ട് പാടുന്ന ഒരാൾ തിരുവനന്തപുരത്ത് ഉണ്ടെന്നുള്ളതും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നത്. ഇപ്പോഴും അത് കഴിഞ്ഞിട്ടും ചരൺ സാറുമായിട്ടും ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധമാണ്. കഴിയുന്നതും എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ വർഷവും ഞാൻ ചെന്നൈയിൽ പോയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ലോകത്തിൽ ദൈവം മനുഷ്യനായിട്ട് പിറവിയെടുത്ത ഒരു ജന്മമാണ് SPB സാറിൻ്റെ. അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ വൈബ്രേഷൻ നമുക്ക് മനസ്സിലാവും. നമ്മൾ പുണ്യം എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ പാട്ട് പാടാനും അദ്ദേഹത്തെ നേരിട്ട് കാണാനും എല്ലാം സാധിച്ചതിൽ ഈശ്വരാനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. GD സിംഫണി യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.
എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം.